ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 40ാമത്തെ പഠന ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് 468ാമത്തെ നാമം മുതൽ പഠിക്കാം. നാമം 468 വജ്രേശ്വരി. ഓം വജ്രേശ്വര്യൈ നമഃ. വജ്ര അധികം ഈശ്വരി. ശ്രീചക്രത്തിൻ്റെ വജ്രമയമായ 12 പ്രാകാരങ്ങളിൽ 11ൻ്റെയും 12ൻ്റെയും മധ്യത്തിൽ വസിക്കുന്ന ദേവതയാണ് വജ്രേശ്വരി. ജാലന്ധര പീഠത്തിൽ ഷഷ്ഠി തിഥിയുടെ ദേവതയായി വജ്രേശ്വരി ദേവി വസിക്കുന്നു. ശ്രീപുരത്തിൽ അസ്ത്രചക്രത്തിനു മുകളിൽ സമയേശ്വരിമാരെന്ന് പ്രസിദ്ധരായ 4 ദേവിമാരുടെ ചക്രം സ്ഥിതി ചെയ്യുന്നു. അതിലെ ദേവിമാർ കാമേശ്വരി, വജ്രേശി, ഭഗമാല എന്ന 3 പേരും 4ാമതായി സാക്ഷാൽ ലളിതാദേവിയുമാണ്. ഇക്കാര്യം പാവനോപനിഷത്തിൽ പറയുന്നുണ്ട്. ഈ ദേവിമാർ ലളിതാദേവിയിൽ നിന്ന് അഭിന്നരാണ്. അതിനാൽ അവരുടെ നാമങ്ങളും ദേവീനാമങ്ങളാണ്. ശ്രീപുരത്തിൻ്റെ 11ഉം 12ഉം പ്രാകാരങ്ങളുടെ മധ്യത്തിൽ വജ്ര എന്നു പേരായ ഒരു നദി പ്രവഹിക്കുന്നു. അതിൻ്റെ നാഥയാണ് വജ്രേശ്വരി. ലളിതാസ്തവരത്നം 44-45 ശ്ലോകങ്ങളിൽ ദുർവാസാവ് മഹർഷി പറയുന്നു: തത്ര സദാ പ്രവഹന്തി തടിനി വജ്രാഭിത ചിരം ജിയാത് ചടുലോർമിച്ചൂട നൃത്തത് കളഹംസി കളകളക്വണിതപുഷ്ട രോധസി തസ്യ രുചിരേ വജ്രേശി ജയതി വജ്രപൂഷാഢ്യ വജ്രപ്രദ നതോഷിത വജ്രമുഖ ത്രിദശ വിനുതചാരിത്ര. ആ നദിയിൽ മധുരമായ കളകള ശബ്ദത്തോടെ നൃത്തച്ചുവടുകൾ വച്ച് അരയന്നങ്ങൾ സഞ്ചരിക്കുന്ന മനോഹരമായ കാഴ്ചയും മഹർഷി വർണ്ണിക്കുന്നു. ലളിതോപാഖ്യാനം 29ാം അധ്യായം 32-33 എന്നീ ശ്ലോകങ്ങളിൽ ഹയഗ്രീവ മഹർഷി ഇപ്രകാരം വജ്രമെന്നു പേരായ നദിയെക്കുറിച്ച് പറയുന്നു: തത്രൈവ ഹീരകക്ഷോണ്യാം വജ്രാനാമ നദീമുനെ വജ്രാകാരൈർ നിബിഡിതൈർ ഭാസമാനാ തടദ്രുമൈഃ വജ്രരത്നൈ സിഗതില വജ്രദവമയോദക സദാ വഹതി സാ സിന്ധു പരിതസ് തത്ര പാവനി. അല്ലയോ അഗസ്ത്യ മഹർഷേ, ആ വജ്രമയമായ ഭൂമിയിൽ വജ്ര എന്നു പേരായ നദിയുണ്ട്. വജ്രാകാരങ്ങളും തിങ്ങി വളരുന്നവയുമായ തീരവൃക്ഷങ്ങൾ കൊണ്ട് ആ നദി ശോഭിക്കുന്നു. അതിലെ മണൽത്തരികൾ വജ്രങ്ങളാണ്. ജലം വജ്രമയമാണ്. പാവനയായ വജ്രനദി അവിടെ ചുറ്റിയൊഴുകുന്നു. ഈ വജ്രനദിയുടെ അധിപതിയാണ് വജ്രേശ്വരി എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ലളിതോപാഖ്യാനത്തിൽ തന്നെ 29ാം അധ്യായം 35-36 ശ്ലോകങ്ങളിൽ ഇന്ദ്രനെ സംബന്ധിച്ച ഒരു കഥയുണ്ട്. ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ ഇന്ദ്രൻ്റെ വജ്രായുധം തെറിച്ചുപോയി. വജ്രം നഷ്ടപ്പെട്ട ഇന്ദ്രൻ വജ്രനദീതീരത്ത് ദേവിയെ ഭക്തിയോടെ തപസ് ചെയ്തു. ദേവി പ്രസാദിച്ച് വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് ഇന്ദ്രന് വജ്രം കൊടുത്ത് അനുഗ്രഹിച്ചു. ശേഷം അന്തർധാനം ചെയ്തു. നഷ്ടപ്പെട്ട വജ്രായുധം തിരിച്ചു കിട്ടിയതുകൊണ്ട് കൃതാർത്ഥനായ ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ശ്ലോകം ഇതാണ്: ഭണ്ഡാസുരേണ ഗളിതേ മുക്തേ വജ്രേ ശതക്രതുഃ തസ്യാസ്തീരേ തപസ്തേപേ വജ്രേശിം പ്രതിഭക്തിമാൻ. തജ്ജലാതുദിതാ ദേവി വജ്രം ദത്വാ ബലദ്വിഷേ പുനരന്തർദധേ സോപി
കൃതാർത്ഥസ്വർഗമേയിവാൻ. നാമം 469 വാമദേവി. ഓം വാമദേവ്യൈ നമഃ. വാമദേവൻ്റെ പത്നി. വാമദേവൻ എന്നാൽ അർദ്ധനാരീശ്വരനായ ശിവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ശിവൻ്റെ വാമാർത്ഥരൂപിണിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. വാമദേവൻ എന്നാൽ വന്ദനീയനായ ദേവൻ. അയം വൈനസർവേഷാം വാമ തസ്മാത് വാമദേവഃ എന്ന് പുരാണം പറയുന്നു. വാമ എന്ന പദത്തിന് സുന്ദരി എന്നും അർത്ഥമുണ്ട്. വാമമാർഗം എന്നത് താന്ത്രികമായ ഒരു ആരാധനാ രീതിയാണ്. അപ്പോൾ വാമമാർഗത്തിൽ ഉപാസന ചെയ്യുന്നവരുടെ ദേവിയാണ് വാമദേവി. വാമം വിരുദ്ധരൂപം തു വിപരീതം ച ഗീയതേ. വാമേന സുഖദാ ദേവി വാമദേവി തതസ്മൃത എന്ന് ദേവീപുരാണത്തിൽ പറയുന്നു. വാമാചാരതന്മാർക്ക് അധിഷ്ഠാന ദേവതയായുള്ളവൾ. പൂജ കോപി ഭവേത് വാമസ്തന്മാർഗേ സതതം രഥ എന്ന് കാളികാപുരാണം പറയുന്നു. കർമ്മഫലം നൽകുന്നവളും ആരാധിക്കപ്പെടേണ്ടവളും അതിസുന്ദരിയുമായ ദേവിയാണ് വാമദേവി. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ എന്നീ ശിവരൂപങ്ങളിൽ വാമദേവൻ്റെ പത്നിയാണ് വാമദേവി. നാമം 470 വയോവസ്ഥാവിവർജിത. ഓം വയോവസ്ഥാവിവർജിതായൈ നമഃ. വയഃ അധികം അവസ്ഥ അധികം വിവർജിത. വയസ്സിൻ്റെ അവസ്ഥ നിരാകരിച്ചവൾ. പ്രായത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾക്ക് അതീതയായവൾ. ദേവിയെ പ്രായഭേദം ബാധിക്കുന്നില്ല. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങി മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് പല അവസ്ഥകളുണ്ട്. എന്നാൽ ജനനവും മരണവും ഇല്ലാത്ത ജഗദംബികയ്ക്ക് വയസ്സിൻ്റെ അവസ്ഥകൾ മാറി മാറി വരുന്നില്ല. ദേവി അതിനെല്ലാം അതീതയാണ്. ഭക്തന് ബാലികയായോ കുമാരിയായോ യുവതിയായോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ദേവിയെ സങ്കല്പിക്കാം. ദേവി നിത്യയും 136 നാമം. ക്ഷയവൃത്തി വിനിർമുക്തയും 344 നാമം. തരുണിയും 358 നാമം. നിത്യയൗവനായും നാമം 430 ആണ്. ശാശ്വത സത്യമായ ദേവിക്ക് അവസ്ഥാന്തരങ്ങളില്ല. ഇനി നാമം 471 സിദ്ധേശ്വരി. ഓം സിദ്ധേശ്വര്യൈ നമഃ. സിദ്ധന്മാർക്ക് ഈശ്വരിയായവൾ. അണിമ, മഹിമ തുടങ്ങിയ 8 സിദ്ധികൾ, അതായത് അഷ്ടൈശ്വര്യ സിദ്ധികൾ നേടിയവരാണ് സിദ്ധന്മാർ. അപ്രകാരമുള്ളവരുടെ ഈശ്വരിയാണ് ദേവി. സിദ്ധൻ്റെ പത്നി, അതായത് ശിവപത്നി എന്നും അർത്ഥമുണ്ട്. കാശി ക്ഷേത്രത്തിൽ സിദ്ധേശ്വരി എന്ന നാമത്തോടുകൂടി സന്നിധാനം ചെയ്യുന്ന മൂർത്തിയായ ദേവി എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. നാമം 472 സിദ്ധവിദ്യ. ഓം സിദ്ധവിദ്യായൈ നമഃ. സിദ്ധവിദ്യയുടെ രൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സിദ്ധവിദ്യ എന്നാൽ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ പേരാണ്. ആ മന്ത്രം ദേവിയുടെ സ്വരൂപം തന്നെയാണ്. ശിഷ്യന് മന്ത്രോപദേശം നൽകുന്നതിനു മുമ്പ് സിദ്ധാരി ചക്രശോധനം എന്നൊരു ചടങ്ങ് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. സിദ്ധം, സുസിദ്ധം, സുസാധ്യം, അരി എന്നിങ്ങനെയുള്ള 4 പരീക്ഷകൾ. ശിഷ്യൻ്റെ ജാതകം പരിശോധിച്ച് അയാളുടെ സ്വഭാവങ്ങൾക്ക് മന്ത്രം യോജിക്കുമോ എന്ന് ഗുരു പരീക്ഷിക്കുന്നു. എന്നിട്ട് അയാൾക്ക് യോജിക്കുന്ന മന്ത്രം മാത്രമേ കൊടുക്കാവൂ എന്നതാണ് സിദ്ധാരി ചക്രശോധനത്തിൻ്റെ ലക്ഷ്യം. പഞ്ചാക്ഷരി മന്ത്രത്തിനും
പഞ്ചദശാക്ഷരി മന്ത്രത്തിനും ഇപ്രകാരമുള്ള പരീക്ഷ ആവശ്യമില്ല. പഞ്ചദശാക്ഷരി സിദ്ധവിദ്യയാകയാൽ ജപിക്കുന്നവൻ്റെ ദോഷങ്ങളെ അത് നശിപ്പിച്ചുകൊള്ളുമെന്നും വിധിപ്രകാരം ജപിച്ചാൽ സാധകനെ സിദ്ധിയിലേക്ക് നയിച്ചു കൊള്ളുമെന്നും വിശ്വാസം. സിദ്ധ എന്നാൽ ഉപാസനം കൊണ്ട് പ്രത്യക്ഷീകരിക്കപ്പെട്ടത്. അപ്പോൾ ഉപാസന കൊണ്ട് പ്രത്യക്ഷീകരിക്കാൻ സാധിക്കുന്നവൾ, വിദ്യകൾ സിദ്ധിക്കുവാൻ ഉപാസകരെ അനുഗ്രഹിക്കുന്നവൾ എന്നും നാമത്തിൻ്റെ അർത്ഥം. നാമം 473 സിദ്ധമാതാ. ഓം സിദ്ധമാത്രേ നമഃ. സിദ്ധമാത എന്നാൽ സിദ്ധന്മാർക്ക് അമ്മയായവൾ. സിദ്ധന്മാരുടെ സിദ്ധികൾ ദേവിയിൽ നിന്ന് ഉണ്ടാകുന്നവ ആകയാൽ സിദ്ധന്മാർക്ക് ദേവിയുടെ സന്താനങ്ങളെന്ന സ്ഥാനം ലഭിച്ചു. പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും മാതാവായതിനാൽ സിദ്ധമാതാവ് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലെങ്കിലും സിദ്ധന്മാർ ലൗകിക ബന്ധം ഉപേക്ഷിച്ചവരാകയാൽ തപസ്സിദ്ധിയുള്ള അവരെ ദേവി അമ്മയെപ്പോലെ പരിപാലിക്കുന്നു. നാമം 474 യശസ്വിനി. ഓം യശസ്വിന്യൈ നമഃ. അത്യധികമായ അതുല്യമായ കീർത്തിയോടുകൂടിയവൾ. ദേവിയുടെ മഹാപ്രഭാവങ്ങളും കാരുണ്യവും ലോകപ്രസിദ്ധമാകയാൽ യശസ്വിനി എന്ന വ്യാഖ്യാനം. യശസ്സിന് ശോഭ, ഐശ്വര്യം, അഴക് എന്നീ അർത്ഥങ്ങളുമുണ്ട്. ഇവ ഉള്ളവളെന്നാണ് വ്യാഖ്യാനം. തസ്യാ നാമ മഹാദൃശഃ എന്ന് വേദങ്ങൾ. യശസ്സുള്ളവളെന്നും ഭക്തർക്ക് യശസ് നൽകുന്നവളെന്നും വ്യാഖ്യാനമുണ്ട്. നാമം 475 വിശുദ്ധി ചക്രനിലയ. ഓം വിശുദ്ധി ചക്രനിലയായൈ നമഃ. വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഷഡാധാരങ്ങളിൽ മൂലാധാരം മുതൽ മുകളിലേക്കെണ്ണിയാൽ 5-ാമത്തേതാണ് വിശുദ്ധി ചക്രം. അനാഹത ചക്രത്തിന് മുകളിലായി, ആജ്ഞാചക്രത്തിന് കീഴിലായി കണ്ഠകൂപത്തിൽ, അതായത് തൊണ്ടക്കുഴിയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. 16 ഇതളുകളുള്ള ഒരു താമരയുടെ അല്ലികളുടെ മധ്യത്തിലാണ് വിശുദ്ധിചക്രം. വിശുദ്ധിചക്രം തുടങ്ങി 7 ചക്രങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ 7 യോഗിനിമാരുടെ രൂപമായി ശ്രീദേവി നിലകൊള്ളുന്നു. അവർ ഡാകിനി, രാഗിനി, ലാഗിനി, കാഗിനി, സാഗിനി, ഹാഗിനി, യാഗിനി എന്നീ യോഗിനിമാരാണ്. ഇവരിൽ വിശുദ്ധി ചക്രാധിഷ്ഠാത്രിയായ യോഗിനിയുടെ പേരാണ് ഡാകിനി. വിശുദ്ധി ചക്രത്തിൻ്റെ 16 ഇതളുകളിൽ ആ മുതൽ ആ വരെയുള്ള, അതായത് ആ ആ ഇ ഉ ഉള്ള സ്വരങ്ങൾ, ആ മുതൽ അഹ വരെയുള്ള 16 സ്വരങ്ങളും ആ സ്വരങ്ങളുടെ ദേവതമാരും വസിക്കുന്നു. വിശുദ്ധി ചക്രം പഞ്ചഭൂതങ്ങളിൽ ആകാശതത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ജീവൻ ബ്രഹ്മത്തിനടുത്തെത്തി ആണവാദി മലങ്ങളിൽ നിന്ന് വിശുദ്ധി നേടുന്നത് ഇവിടെ വെച്ചാകയാൽ ഇതിന് വിശുദ്ധി ചക്രം എന്നു പേരുണ്ടായി. വിശുദ്ധി ചക്രം 16 ഇതളുകളുള്ള താമരപ്പൂവിൻ്റെ ആകൃതിയാണെന്ന് നാം പറഞ്ഞു. അതിൻ്റെ കർണികയിൽ ഡാകിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇനി നാമം 476 ആരക്തവർണ. ഓം ആരക്തവർണായൈ നമഃ. 484 വരെയുള്ള നാമങ്ങളിൽ ഡാകിനി ദേവിയെ വർണ്ണിക്കുന്നു. ആരക്തവർണ എന്നാൽ ഈഷത് രക്തമായ വർണ്ണത്തോടു കൂടിയവൾ, ശ്വേതരക്തസ്തു പാടലഹ എന്ന് പറയുന്ന ശ്വേതരക്തവർണം കലർന്നവൾ എന്നാണ് അർത്ഥം. ഇത് പാടലി പുഷ്പത്തിൻ്റെ നിറമാണ്, ഇളം ചുവപ്പ് നിറം. നാമം 477 ത്രിലോചന. ഓം ത്രിലോചനായൈ നമഃ. ത്രിലോചന എന്നാൽ 3 കണ്ണുകളോട് കൂടിയവൾ.
സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവയാണ് 3 കണ്ണുകൾ. ഇനി നാമം 478 ഖഡ്വാംഗാദി പ്രഹരണ. ഓം ഖഡ്വാംഗാദി പ്രഹരണായൈ നമഃ. ഖഡ്വാംഗം അധിക ആദി അധിക പ്രഹരണ. ഖഡ്വാംഗം മുതലായ ആയുധങ്ങൾ ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. കട്ടിൽക്കാലിൻ്റെ ആകൃതിയുള്ള ഒരു ആയുധമാണ് ഖഡ്വാംഗം. ഒരു തരം ഗദ. അതിൻ്റെ ഒരറ്റത്ത് തലയോട്ടി ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഖഡ്ഗം, ത്രിശിഖം അതായത് 3 മുനയുള്ള ശൂലം, മഹാചർമ്മം അതായത് നരചർമ്മം കൊണ്ടുണ്ടാക്കിയ പരിച എന്നിവയാണ് ഡാകിനി ദേവിയുടെ 4 കൈകളിൽ ധരിച്ചിരിക്കുന്നത്. ഹസ്തൈ ഖഡ്വാംഗ ഖഡ്ഗൗ ത്രിശിഖമപി മഹാചർമ്മ സംധാരയന്തീം എന്ന് ഡാകിനി ധ്യാനത്തിൽ പറയുന്നുണ്ട്. നാമം 479 വദനൈക സമന്വിത. ഓം വദനൈക സമന്വിതായൈ നമഃ. വദന അധികം ഏക അധികം സമന്വിത. വദനൈക സമന്വിത എന്നാൽ ഒരു മുഖത്തോടു കൂടിയവൾ. വദനൈകം എന്നാൽ ഏകമായിരിക്കുന്ന വദനം. വദനം ച തദേകം ച എന്ന് കർമ്മധാരായ സമാസം. മറ്റ് ചക്രങ്ങളിലെ ദേവതമാർക്ക് ഒന്നിലധികം മുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഡാകിനി ദേവിയെ ഇപ്രകാരം വർണ്ണിക്കുന്നത്. ദേവിയുടെ ഏകമുഖം സമഗ്രമായ ദർശനമാണ് സൂചിപ്പിക്കുന്നത് എന്നും അർത്ഥമാകുന്നുവെന്ന് വ്യാഖ്യാനം. ഏകമുഖം പഞ്ചമഹാഭൂതങ്ങളിൽ ഒന്നാമത്തേതായ ആകാശതത്വത്തെ സൂചിപ്പിക്കുന്നു. ഇനി നാമം 480 പായസാന്നപ്രിയ. ഓം പായസാന്നപ്രിയായൈ നമഃ. പയോരൂപത്തിലുള്ള അന്നമാണ് പായസാന്നം. പായസാന്നം എന്നാൽ പാൽപ്പായസം, പാൽച്ചോറ് എന്നിവയാണ്. പാലിൽ വേവിക്കുന്ന ചോറ്, അതാണ് ഡാകിനി ദേവിയുടെ നിവേദ്യം. പായസാന്നൈക സക്താം എന്ന് ഡാകിനി ധ്യാനത്തിലുണ്ട്. നാമം 481 ത്വക്സ്ത. ഓം ത്വക്സ്തായൈ നമഃ. ത്വക്കിൽ സ്ഥിതി ചെയ്യുന്നവൾ. ത്വക്ക് എന്നാൽ ത്വക്ക് എന്ന ധാതു അതായത് ചർമ്മം അതായത് തൊലി. ആ ധാതുവിൽ അഭിമാനത്തോടു കൂടിയവൾ. സ്പർശേന്ദ്രിയത്തിൻ്റെ ദേവതയായി ത്വക് ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവീ ചൈതന്യം ഉള്ളതിനാലാണ് സ്പർശം അനുഭവിക്കാൻ സാധിക്കുന്നത്. സപ്തധാതുക്കളായ രക്തം, മാംസം, രസം, മേധസ്, മജ്ജ, ശുക്ലം എല്ലാം ആവരണം ചെയ്ത് ത്വക്ക് ശരീരത്തോട് ചേർത്ത് നിർത്തുന്നു. ത്വക്സ്ത്വാം വന്ദേ മൃതാദ്യൈ പരിവൃത വപുഷം എന്ന് ഡാകിനി ധ്യാനത്തിലുണ്ട്. നാമം 482 പശുലോക ഭയങ്കരി. ഓം പശുലോക ഭയങ്കരിയൈ നമഃ. പശുലോക ഭയങ്കരി എന്നാൽ പശുലോകത്തിന് ഭയത്തെ ഉണ്ടാക്കുന്നവൾ. പശു എന്നാൽ അജ്ഞർ, വിദ്യാവിഹീനർ, മൃഗതുല്യരായ അജ്ഞരായ മനുഷ്യർ. അങ്ങനെയുള്ളവർക്ക് ഭയമുണ്ടാക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അഥയോസ്യാം ദേവതാമുപാസ്തേ നസ വേദ യഥാ പശുഹു എന്ന് വേദങ്ങൾ പറയുന്നു. പശുജന ഭയഭേദം എന്ന് ഡാകിനി ധ്യാനത്തിലും പറയുന്നു. ഈശ്വരനും താനും രണ്ടാണെന്നും ധരിക്കുന്ന മൃഗതുല്യർക്ക് ഭീതി ഉണ്ടാക്കുന്നവളെന്നും നാമത്തിനർത്ഥം. ഭേദബുദ്ധി ഉള്ളിടത്ത് ഭയമുണ്ടെന്ന് ഉപനിഷത്ത് പറയുന്നു. വിദ്യാവിഹീന പശുഹു എന്ന് ആപ്തവാക്യം. വിദ്യ എന്നാൽ അദ്വൈത വിദ്യ. അദ്വൈതത്തിൽ വിശ്വാസമില്ലാത്തവൻ മൃഗതുല്യൻ. അങ്ങനെയുള്ളവർക്ക്, അതായത് പരാശക്തിയും താനും പ്രപഞ്ചവും ഒന്നാണെന്ന ബോധം ഇല്ലാത്തവർക്ക് ദേവി ഭയങ്കരിയാണ്. ദേവി സൗമ്യവും ഭയാനകവുമായ രൂപങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്.
അവിദ്യർക്ക്, അതായത് മൃഗതുല്യർക്ക് മാത്രമേ ദേവിയെ ഭയമുള്ളൂ. അല്ലാത്തവർക്ക് ദേവി എന്നും ജഗദംബയാണ്, മാതാവാണ്. അജ്ഞാനികൾ ദുരാചാര നിരതന്മാരും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദേവി ഭയങ്കരിയാണ് എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അദ്വൈത വിദ്യാവിഹീന പശസ്തവ ഏവ ലോകാസ്തേഷാം ഭയങ്കരി എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്വൈത ബോധം ഉള്ളിലുണ്ടാവണം. അതായത് താനും പ്രപഞ്ചവും പരാശക്തിയും ഒന്നാണെന്ന ബോധം. ആ ബോധമില്ലാത്തവന് ദേവി ഭയങ്കരിയാണ്. നാമം 483 അമൃതാദി മഹാശക്തി സംവൃത. ഓം അമൃതാദി മഹാശക്തി സംവൃതായൈ നമഃ. അമൃത അധികം ആദി അധികം മഹാ അധികം ശക്തി അധികം സംവൃത. അമൃത മുതലായ മഹാശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. നാം നേരത്തെ മനസ്സിലാക്കിയ പോലെ 16 ഇതളുകളുള്ള താമരയുടെ രൂപമാണ് വിശുദ്ധി ചക്രത്തിനുള്ളത്. അതിൻ്റെ കർണികയിൽ മഹാദേവി ആരക്തവർണ്ണയും ത്രിലോചനയും ഖഡ്വാങ്കാദികളായ പ്രഹരണായുധങ്ങൾ ധരിച്ചവളും ഏകവദനയും പായസാന്നപ്രിയയും ത്വക്സ്തയും പശുലോക ഭയങ്കരിയുമായി സ്ഥിതി ചെയ്യുന്നു. ചുറ്റുമുള്ള 16 ദലങ്ങളിൽ അമൃത, ആകർഷിണി, ഇന്ദ്രാണി, ഈശാനി, ഉമാ, ഊർധ്വകേശി, രുധിത, രൂകാര, ലുകാര, ലൂകാര, ഏകപാദ, ഐശ്വര്യാത്മിക, ഓംകാര, ഔഷധി, അംബിക, അക്ഷര എന്നീ അക്ഷരശക്തികൾ, അതായത് അക്ഷരദേവതമാർ സ്ഥിതി ചെയ്യുന്നു. അവരുടെ നാമത്തിൻ്റെ ആദ്യാക്ഷരം സ്വരങ്ങളാണ്, ആ മുതൽ അഹ വരെ. ശ്രീചക്രത്തിനുള്ളിലുള്ള സർവാശ പരിപൂരക ചക്രത്തിൻ്റെ 16 ദലങ്ങളിൽ ആഗ്രഹം, ബുദ്ധിശക്തി, അഹങ്കാരം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ചിത്തം, ധൈര്യം, സ്മൃതി, നാമം, ബീജം, ആത്മാവ്, അമൃത്, ശരീരം എന്നിവയെ ആകർഷിക്കുന്ന 16 ശക്തികൾ സ്ഥിതി ചെയ്യുന്നു. അവ യഥാക്രമം കാമാകർഷണി, ബുദ്ധ്യാകർഷണി, അഹങ്കാരാകർഷണി, ശബ്ദാകർഷണി, സ്പർശാകർഷണി, രൂപാകർഷണി, രസാകർഷണി, ഗന്ധാകർഷണി, ചിത്താകർഷണി, ധൈര്യാകർഷണി, സ്മൃത്യാകർഷണി, നാമാകർഷണി, ബീജാകർഷണി, ആത്മാകർഷണി, അമൃതാകർഷണി, ശരീരാകർഷണി എന്ന് ധർമാധിഷ്ഠിതമായ പേരുകളോടെ അറിയപ്പെടുന്നു. ഈ ശക്തികൾ തന്നെയാണ് അമൃതാദി മഹാശക്തികളെന്നും വ്യാഖ്യാനം കാണുന്നു. അമൃത തുടങ്ങിയ മേൽപ്പറഞ്ഞ 16 മഹാശക്തികളാൽ സംവൃതയായവൾ, അതായത് ചുറ്റപ്പെട്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 484 ഡാകിനീശ്വരി. ഓം ഡാകിനീശ്വരിയൈ നമഃ. 475 നാമം മുതൽ 483 നാമം വരെ വർണ്ണിച്ചിരിക്കുന്നത് ഡാകിനി ദേവിയെക്കുറിച്ചാണ്. ഈ നാമങ്ങളെല്ലാം ഡാകിനി ധ്യാനത്തിലുണ്ട്. ധ്യാനം: ഗ്രീവാകൂപേ വിശുദ്ധൗ നൃപദലകമലേ ശ്വേതരക്താം ത്രിനേത്രാം ഹസ്തൈ ഖഡ്വാംഗഖഡ്ഗൗ ത്രിശിഖമപി മഹാചർമ്മ സംധാരയന്തീം വക്ത്രേണൈകേന യുക്താം പശുജനഭയദാം പായസാനൈകസക്താം ത്വക്സ്താം വന്ദേ മൃതാദ്യൈ പരിവൃതവപുഷം ഡാകിനീം വീരവന്ദ്യാം. വിശുദ്ധ ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഡാകിനി ദേവി. പായസാനം ഇഷ്ടമായവളും സ്പർശേന്ദ്രിയത്തിൻ്റെ ദേവതയായി ത്വക്ക് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളും അജ്ഞർക്ക് ഭയമുണ്ടാക്കുന്നവളും വിശുദ്ധി ചക്രത്തിൻ്റെ ദളങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമൃത തുടങ്ങിയ 16 അക്ഷരശക്തികളാൽ
ചുറ്റപ്പെട്ടവളും ആയ ഡാകിനീശ്വരി മഹാദേവിയുടെ മറ്റൊരു രൂപമാണ്. ഡാകിനി എന്ന പദത്തിന് ദേവീ പരിചാരകയായ ഒരു പൈശാചവർഗത്തിൽപ്പെട്ട ദേവതയെന്നും അർത്ഥമുണ്ട്. അപ്രകാരമുള്ള ഡാകിനിമാർക്ക് ഈശ്വരിയായുള്ളവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. എന്നാൽ ഈ വ്യാഖ്യാനം ആരും സ്വീകരിച്ചതായി കാണുന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള ദേവീരൂപമായ ഡാകിനി ദേവി എന്നാണ് അർത്ഥം സ്വീകരിച്ച് കാണുന്നത്. 484 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 485 നാമം മുതൽ അടുത്ത വെള്ളിയാഴ്ച, അതായത് ജനുവരി 3-ാം തീയതി പറയാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും മഹാദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. നന്മകൾ നേരുന്നു. ഒപ്പം പുതുവത്സരാശംസകളും. എല്ലാവർക്കും ആയുരാരോഗ്യക്ഷേമത്തോടെയുള്ള പുതുവത്സരം ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനകൾ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.